വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ തംബ്നെയിലും വീഡിയോയിലൊക്കെ കണ്ട പോലെ ഞങ്ങളുടെ ഫെയർവെൽ വ്ളോഗാണ് കേട്ടോ. സംഭവം നടന്നിട്ട് 2 മാസമായി. പക്ഷേ എക്സാമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇതിന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞങ്ങൾ ഒരുങ്ങിയൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റ് ആയിട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി നടത്തിയൊരു ട്രീറ്റ് ആയിരുന്നേ. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തവർക്ക് ഞാൻ ആദ്യമേ അങ്ങ് താങ്ക്സ് പറയുകയാണ്. ഞങ്ങൾ കോളേജിൽ വന്ന സമയത്ത് കൊറോണ ആയതുകൊണ്ട് ക്ലാസ് എല്ലാം ഓൺലൈൻ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഇതുപോലെ പരിപാടികളൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ അക്ഷയ ആയിരിക്കും വൺ ഓഫ് ദ മെയിൻ ആങ്കേഴ്സ്. ആ പുറകിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ കേട്ടോ. അനന്തനും നവനീതും ഗോകുലും ഒക്കെ കൂടെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആട്ടോ. ഓക്കെ, ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ കാണിച്ചിട്ടിരുന്നപ്പം മനസ്സൊന്നും പതറിയായിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാം നല്ല എൻ്റർടൈനിങ് ആയിട്ടായിരുന്നു കേട്ടോ അവരൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ആ സമയത്തൊന്നും വിഷമിക്കാൻ തോന്നിയില്ല. നമ്മൾ ജോളി മൂഡിലായിരുന്നു. വീണ്ടും 2020 പോയ പോലെയായിരുന്നു. കാരണം ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പ്രോഗ്രാമൊക്കെ ചെയ്യുക, ഡാൻസൊക്കെ ചെയ്യുക. എല്ലാവരും സത്യം പറഞ്ഞാൽ അങ്ങ് മതി മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഈ പാട്ടൊക്കെ ഇട്ട ഇച്ചിരിയും കൂടി രസമായിരുന്നു വീഡിയോ. പക്ഷേ എനിക്കത് ലൈസൻസിങ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ അഷ്ടമി ഒരേ പൊളി. ആൻഡ് സൂരജിനെ കണ്ടു. ഞങ്ങളന്ന് കൊറോണ ബാച്ച് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ സ്റ്റേജൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുപോലെ ഡാൻസൊക്കെ കളിക്കാൻ. ഇത് കണ്ടോണേ, ഞങ്ങളുടെ ജോഷനയുടെ നാണം മാറ്റാൻ അക്ഷയ് അവളെ വിളിച്ചുകൊണ്ട് മറ്റേ ആ ഡാൻസൊക്കെ കളിക്കുന്നത്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ റപ്പന്മാരാണ്. ഞാൻ അവർക്ക് പാടാൻ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്തത്. ഈ പാടുന്ന പാട്ട് കസ്തൂരിയാട്ടോ. പക്ഷേ ഇതും കോപ്പറേറ്റ് കാരണം എനിക്ക് ഇടാൻ പറ്റില്ല. പിന്നെ ഈ നടുക്ക് നീല ഉടുപ്പിട്ട് നിൽക്കുന്ന ഞാനും പിന്നെ എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സും ആൻഡ് ക്ലാസ്സിലെ കുറച്ച് ബോയ്സൊക്കെയാണ്. മറ്റേ കുഞ്ചി അമ്മയ്ക്കഞ്ച് മക്കളാണ് ആ പാട്ടാണ്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അഞ്ജന അവളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തു. ആൻഡ് ഇത് നമ്മുടെ ഹോസ്റ്റലിലെ വളരെ വേണ്ടപ്പെട്ട 2 പിള്ളേരാട്ടോ. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ അക്ഷയ് അവരെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴേ ആ പാട്ടാണേ. ഇങ്ങനെ പാടിയ കോപ്പറേറ്റ് വരുമെന്തോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊന്നും എനിക്കത്ര ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇത് നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഇവൻറ്റ് കണ്ടക്ടറാണ് ഈ പരിപാടി നടത്തിയതിൻ്റെ. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ കോട്ടൊക്കെ ഇട്ട് കിടക്കുന്ന ചുമ്മാ ഒരു രസം. ആൻഡ് അങ്ങനത്തെ അതിൻ്റെ ജാടയും കാര്യങ്ങളൊന്നും അവനില്ല. ശരിക്കും ഒരു കൊച്ചു കുട്ടിയെ പോലെയായിരുന്നു. ഇവിടെ ഏറ്റവും അനന്തനായിരുന്നു. സ്റ്റേജിലായിരുന്നു നിന്നാലും അനന്തൻ വിൽ ബി ദ ഷോ സ്റ്റീലർ, അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു. ആൻഡ് ഈ പാട്ട് REMO ആ പാട്ടാണേ കേട്ടോ. അവൻ്റെ ആ ബീറ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഞങ്ങൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഇവർ കളിക്കും. അപ്പോൾ പാട്ട് സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് അടുത്ത ടീം കയറി കളിക്കണം. അങ്ങനെയായിരുന്നു കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ കൈൻഡ് ഓഫ് റൗണ്ടായിരുന്നു. ബട്ട് ഫ്രണ്ട്ലി മാച്ച് പോലെ അങ്ങനത്തെ സാധനമായിരുന്നേ. ഇതിൻ്റെയൊക്കെ ഫുൾ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ലൈറ്റൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് കുറേ ക്വാളിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞ ഇവരൊന്നും ഇത്ര ഓണായിട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടോ. DJ ഒക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുമെങ്കിലും ഇങ്ങനെ ലൈറ്റിലൊക്കെ കാണുന്ന ആദ്യമായിട്ടായിരുന്നു. പിന്നെ DJ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഫെയർവെല്ലിന് DJ വേണമെന്നായിരുന്നു കേട്ടോ ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ എല്ലാവരുടെയും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരുന്ന ഒരു വൈബ് ഭയങ്കര സ്പെഷ്യലായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയർഡായി കേട്ടോ. ആൻഡ് ഞങ്ങൾ എന്തായി കണ്ണാടി നോക്കി പറയുന്നതെന്ന് പറയാതെ ഡാൻസൊക്കെ കളിച്ച് നമ്മൾ എല്ലാവരും ഒത്തിരി തളർന്നു. ബാക്കിയുള്ളവരകത്തുണ്ടൊക്കെ. ഇവിടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ. എൻ്റെ അഞ്ജനയുടെ എങ്ങനെയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർത്തികേൻ്റെ ഒരു ബോക്സും കൊണ്ട് വന്നിട്ട് അതിൽ നമ്മുടെ വിഷൊക്കെ എഴുതിയിടാൻ പറഞ്ഞേ. എന്നിട്ടൊരു 10 years ചെയ്യുമ്പോൾ നമ്മളത് പൊട്ടിച്ച് വായിക്കും. അതായത് നമ്മൾക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതൊക്കെ പിന്നെ വായിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഫോട്ടോ ഒരു പഴയ എല്ലാവരും കൂടെയുള്ള ഫോട്ടോ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കേക്ക് കട്ടിങ് ഒക്കെ ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്തൊക്കെ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷം പുറകോട്ട് പോയവരൊക്കെ തോന്നി. ഇത് ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നോടനെ കളിച്ച റീലൊക്കെ കേട്ടോ. അതൊക്കെ പ്ലേ ചെയ്തു, കുറേ വീഡിയോസൊക്കെ പ്ലേ ചെയ്തു. അതൊക്കെ നവനീത് ഒക്കെയാണ് കേട്ടോ എഡിറ്റ് ചെയ്തത്. ആൻഡ് താങ്ക്. പിന്നെ ദിസ് ഇസ് അപർണ, മധുരിമ ആൻഡ് പാട്ടി. ഇവരായിരിക്കും കേട്ടോ എപ്പോഴും നമ്മുടെ ബെഞ്ചിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിപ്പോൾ പറയുന്നുണ്ടായിരുന്നു നാളെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണിക്കുമല്ലോ എന്നൊക്കെ. പക്ഷേ 1 മാസമായി വീഡിയോ എടുത്തിട്ട്. ഫുഡൊക്കെ പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇയർ തൊട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ 4 വർഷം ഒരു മാജിക് പോലെയായിരുന്നേ. ഫസ്റ്റ് ഇയറൊക്കെ വന്നപ്പോൾ വിചാരിച്ച് ഈ ആനന്ദത്തിലൊക്കെ കാണിക്കുന്നത് ശരിക്കും ഓവർ റേറ്റഡ് ആണെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ നേരത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ആയിരുന്നു ഈ 4 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം.